Hey friends, welcome back to our new video. ഇത് നമ്മൾ വേളാങ്കണ്ണി പോണേൻ്റെ വ്ളോഗാണ്. നമ്മൾ ട്വിന്നിങ് ആണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളോട്ട് പോകണേ. ഓക്കെ, ബൈ ദ വേ പോയ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 7th June ശനിയാഴ്ച രാത്രി 10:30 കാരക്കൽ എക്സ്പ്രസ്സിലാണ് പോയത്. അതായത് നമുക്കൊരു 12 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ മോർണിംഗ് എണീച്ചപ്പോൾ തന്നെ നമ്മൾ ഫ്രഷപ്പായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അത് സൂപ്പറായിരുന്നെന്നാണ് അവൻ പറഞ്ഞത്. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഒരു 11 something എന്തോ ആയപ്പോഴാണ് നാഗപട്ടണത്തിലെത്തിയത്. നമ്മളങ്ങനെ ഇവിടെ എത്തി. മാസ്ക് വെച്ചിട്ടുണ്ട്, കാരണം എല്ലായിടത്തും കൊറോണയാണ്. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ വെക്കണം. ഇവൻ മാത്രം വെച്ചിട്ടില്ല. ചൂടാണെന്നാണ് പറയുന്നത്. പക്ഷെ രോഗം വരും. സോ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക. അതെ, എന്തായാലും നമ്മളിവിടെ നടക്കണാണ്. വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അത് ചുമക്കണത് ഇവൻ്റെ പണിയാണ്. പക്ഷെ മാസ്ക് വെച്ചപ്പോൾ വേറെ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ല. ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് നാഗപട്ടണം എത്തി. നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് വേളാങ്കണ്ണിയിലോട്ട് പോന്നു. ആൻഡ് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നത് റേ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ നോക്കി വെച്ചിരുന്ന വെച്ചാൽ ഹോട്ടലാണ്. നമ്മൾ ചെന്ന് അന്വേഷിച്ചായിരുന്നു. ആൻഡ് അത്യാവശ്യം നല്ല ആംബിയൻസും റൂംസൊക്കെ നല്ലതായിരുന്നു. കിച്ചൺ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോയത്. ആൻഡ് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് നമ്മൾ പ്ലാനൊക്കെ ഇട്ട് സെറ്റായി. ഓൾഡ് ചർച്ച്, വേളാങ്കണ്ണി മാതാവ് ചർച്ച്. നല്ല പൊക്കോളുകൊണ്ട് ഞങ്ങളെ കാണില്ല. നമ്മൾ സ്റ്റേ ചെയ്യണം അവിടെ നിന്ന് നമ്മുടെ ഓൾഡ് ചർച്ചിലോട്ട് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് നടക്കണേണ്. 4:30 ഇറങ്ങണം എന്ന് പ്ലാൻ ഇട്ടെങ്കിലും 5 മണിയായി. ഇത് ഒരു ബസ് സ്റ്റാൻഡാണ്. ആൻഡ് ഫുൾ ടൈം ഇവിടെ ടാക്സീസ്, ഓട്ടോസ്, അതേപോലെ ബസ്സുകളും ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ ഒച്ചപ്പാട് ഭയങ്കര കൂടുതലാണ്. നമുക്കിടയ്ക്ക് പ്രാന്ത് കയറും, അത്രയും ഒച്ചപ്പാട് പാടുക. പിന്നെ നമ്മൾ നിൽക്കണം അങ്ങോട്ട് ഒച്ച ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ആൻഡ് ഇവിടെ ഒന്നുമില്ല സത്യത്തിൽ, ചായ മാത്രമേ ഉള്ളൂ. അതായത് മസാല ദോശ ഇല്ല, നെയ് റോസ്റ്റ് ഇല്ല. നമ്മൾ അത് കഴിക്കാനല്ല വന്നത്. 5 മണി സംതിങ് എന്തോ ആയി. പക്ഷേ ഇപ്പോഴും ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റം പൊതുവെ തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്ക് അതൊന്നും കഴിക്കാതിരിക്കണം നല്ലത്. കാരണം ഒരു പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് നമ്മളത് വാങ്ങാൻ സാധ്യത ഒട്ടുമില്ല. ഞാൻ എന്തായാലും വാങ്ങില്ല, കാരണം അപ്പോൾ സാധനങ്ങൾ നമുക്ക് കാണാം. ചായ നല്ല അലമ്പായിരുന്നെങ്കിലും സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ബസ്സാണ്. നമ്മുടെ നാട്ടിലേലും വലിയ ലോങ് ബസ്. പിന്നെ ഇവിടുത്തെ ബസ്സിലേക്ക് ഒടുക്കത്തെ ഹോണടി ആയിരിക്കും. കേൾക്കുമ്പോൾ നമുക്ക് പ്രാന്ത് കയറും. അത് ഓടിയൊക്കെ കയറി കാണുന്നില്ലേ, ഉടനെ വെച്ച് കൊടുക്കാൻ തോന്നുന്നു. പാടില്ല. ദേഷ്യം നമുക്ക് അത്ര ഹോണടിയില്ലേ, അത്ര ഹോണടിയാണ് ഇവിടെ. ആൻഡ് ഫൈനലി അങ്ങനെ നമ്മൾ പള്ളിയുടെ തൊട്ടടുത്തെത്തി. ഇത് നമ്മുടെ പള്ളിയുടെ അങ്ങോട്ട് കയറുമ്പോൾ സൈഡിലുള്ള കുറച്ച് കടകളാണ്. ബീച്ചിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് കുറേ കടകളുണ്ട്. എങ്കിൽ ഈ പള്ളിയുടെ സൈഡിലായിട്ട് കുറച്ച് കടകളുണ്ട്. ഇപ്പം നമ്മൾ നേരെ പള്ളിയുടെ അങ്ങോട്ട് നടക്കണേണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് പള്ളിയുടെ ഫ്രണ്ടിലെത്തി. നല്ല വെയിലുണ്ട് അത്യാവശ്യം. നമ്മൾ വീട്ടിലല്ല, അവിടെ റൂമിൽ റെസ്റ്റ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. വെയിലൊന്ന് കുറയാൻ വേണ്ടി. ഞാൻ ഇറങ്ങിയിട്ട് കൊടുത്ത ചൂട് കഴിച്ച്. മഴ ഉള്ളപ്പോൾ കൊടുക്കത്തെ മഴയും, വെയിലുള്ളപ്പോൾ കൊടുക്കത്തെ വെയിലും. ഇവിടെ നല്ല തിരക്കുണ്ട് കഴിച്ച്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അതായത് ചെരുപ്പ് നമുക്ക് ഐ തിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടോക്കൺ തരും. നമ്മൾ തിരിച്ച് പോകുമ്പോൾ എടുക്കണം. അതെന്തായാലും നല്ല പരിപാടിയാണ്. അങ്ങനെ നമ്മൾ നേരെ ചെരുപ്പൊക്കെ അവിടെ ഒരു കിറ്റിൽ ആക്കിയിട്ട് അവരവിടെ നിന്ന് നമുക്കൊരു കിറ്റ് തരും. അപ്പോൾ ആ കവറിൽ നമ്മൾ എല്ലാവരുടെയും ചെരുപ്പാക്കിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും. അല്ല, ആ ടോക്കൺ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ഈ പോത്തീസിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ വേറെ ഭഗവതി ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ഉള്ള സംഭവം തന്നെ. അപ്പോൾ ആ ടോക്കൺ നമ്മൾ സൂക്ഷിക്കുക. തിരിച്ചു വരുമ്പോൾ ടോക്കൺ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെരുപ്പ് കൊണ്ടുപോകും.
ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. നമ്മൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. നേർച്ച കിട്ടും. തമിഴാണ്, ഓക്കെ, തമിഴ് പാട്ടാണ്. ഇനി നമുക്ക് തിരിയൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ കത്തിക്കാനുണ്ട്. ചെരുപ്പ് അവിടെ നിന്ന് എടുക്കണം. ചെരുപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ പോകാനായിട്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പാർട്ട് 2 വ്ളോഗിൽ നമുക്ക് കാണാം. സോ ഫോർ നൗ ബൈ ഗൈസ്.